വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഒരു റെക്റ്റാങ്കിൾ റാപ്പ് ടോപ്പാണ് തയ്ക്കാൻ പോകുന്നത്. അത് നമുക്ക് ജീൻസിൻ്റെ കൂടെ, നമ്മൾ ചെറിയ പാവാടയുടെ കൂടെ, എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഇടാൻ പറ്റിയത് സിമ്പിളായിട്ട് ആദ്യം ബിഗിനേഴ്സായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് തയ്ച്ചെടുക്കാനായിട്ട് പറ്റുന്ന ഒരു ടോപ്പാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അത് തുടങ്ങാം. അപ്പോൾ നമ്മളൊരു റെക്റ്റാങ്കിൾ റാപ്പ് ടോപ്പ് തയ്ക്കണത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് നമ്മൾ ടോപ്പിനൊക്കെ എടുത്ത പോലെ തന്നെ എടുക്കുക. അപ്പോൾ 34 ഇഞ്ച് വണ്ണമുള്ള ഒരു 34 ഇഞ്ച് വണ്ണവും 19 ഇഞ്ച് ഇറക്കവും ഉള്ള ഒരു റാപ്പ് ടോപ്പാണ് നമ്മൾ തയ്ക്കാൻ പോണത്. അപ്പം 34 ഇഞ്ച് വണ്ണമുള്ള കൊച്ചു 8.5-8.5യുടെ കൂടെ 4 ഇഞ്ച് വണ്ണം കൂട്ടണം. ഇതിന് സ്ലീവ് ഒന്നുമില്ല. 4 ഇഞ്ച് വണ്ണം കൂട്ടുമ്പോൾ നമുക്കിവിടെ 12.5 കിട്ടി. ആ 12.5 എടുത്ത് അടയാളപ്പെടുത്താം. ഇറക്കം 19 ഇഞ്ച്. 19ൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടുക. 1/2 ഇഞ്ച് കൂട്ടിയാൽ മതി. അടിയിൽ 19.5യുടെ കൂടെ 1/2 ഇഞ്ച് കൂട്ടുമ്പോൾ 20. അതിനെ 4ആയിട്ട് മടക്കുക. ആദ്യം വണ്ണം പിടിച്ച് മടക്കി, അത് കഴിഞ്ഞ് 20 ഇഞ്ച് മടക്കി 19 ഇങ്ങനെ 4ആയിട്ട് നമ്മൾ മടക്കി. അപ്പോൾ ഇതിൻ്റെ ഫോൾഡഡ് വശം മുഴുവനും നമ്മുടെ സൈഡിലേക്ക് ഇടണം. ഓപ്പൺ വശം ഇവിടെ നമ്മളങ്ങനെ ഇട്ടിട്ട് കഴുത്ത് മാത്രം വെട്ടിയെടുത്താണ് ഇത് തയ്ക്കുന്നത്. കഴുത്തിൻ്റെ സാധാരണ ഗതിയിൽ നമ്മളെങ്ങനെ എടുക്കണം, വണ്ണത്തിൻ്റെ 12-1 വരുമ്പോൾ ഇതിന് 2.25 വരും. അതിൻ്റെ കൂടെ നമ്മൾ 1-1.5 ഇഞ്ച് കൂട്ടിയിടണം. ബോട്ട് നെക്ക് പോലെ ഇച്ചിരി കഴുത്തിൻ്റെ അകലം കൂട്ടേണ്ടവർക്ക് അകലം കൂട്ടാം, അല്ലെങ്കിൽ ആ 2.25 ഇട്ടാൽ മതി. ഇവിടെ ഞാൻ 4.25 എടുക്കുന്നുണ്ട്. ഇവിടെ 4.5 എടുത്തു. കഴുത്തിൻ്റെ അകലം 4.5 എടുത്തു. അപ്പം 4.5 ഇവിടെ കഴുത്തിൻ്റെ അകലം എടുക്കുമ്പോൾ 4.5യേക്കാളും കുറച്ച് വേണം ഇവിടെ എടുക്കാൻ. ഞാനിവിടെ 3.25 എടുത്തു. കുറച്ച് എടുത്തിട്ട് ഇതിനെ ഒരു ബോക്സ് ആക്കുക. ഇങ്ങനെ ഒരു ബോക്സ് ആക്കി. എന്നിട്ടിത് ഓവൽ ഷേപ്പിൽ ഒരു ഷേപ്പിൽ ഇങ്ങനെ ഇത് ഇങ്ങോട്ട് വെട്ടിയെടുക്കുക. ഇതിന് വേണമെങ്കിൽ നമ്മൾ അമ്പക്കറ് വെച്ചിട്ട് വേണമെങ്കിൽ അത് കറക്റ്റാക്കാം. കണ്ട, അപ്പോൾ നമ്മളിത് രണ്ടും ബാക്കിലെ പീസും ഫ്രണ്ടിലെ പീസും കൂടെ വെച്ച് കട്ട് ചെയ്ത് മാറ്റുന്നു. എന്നിട്ട് ഇവിടെ നമ്മൾ ലോക്ക് ചെയ്യുകയോ മടക്കി തയ്ക്കുകയോ ചെയ്യാം. എന്നിട്ട് ഇത് ഇവിടെ ഷോൾഡർ ഒന്നും കട്ട് ചെയ്യേണ്ട, മടക്കി വയ്ക്കും. അപ്പോൾ നമ്മൾ ഈ കഴുത്തിൽ നിന്ന് എടുത്ത പീസ് വേറൊരു തുണി എടുത്തിട്ട് അതിന് 4ആയിട്ട് മടക്കിയിട്ട് ഇവിടെ ഫോൾഡഡ് വശം, ഇവിടെ ഫോൾഡഡ് വശം. അതായത് മുകളിലും വിട്ടുണ്ടാകാൻ പാടില്ല, ഈ ഒരു സൈഡിലും വിട്ടുണ്ടാകില്ല. ഈ കഴുത്ത് നമ്മൾ വെട്ടിയെടുത്തില്ലേ, അതേപോലെ തന്നെ വെച്ച് ഇവിടെ വെട്ടില്ലാത്ത വശം, ഇവിടെയും വെട്ടില്ലാത്ത വശം വെച്ച് ഇങ്ങനെ വരച്ചിട്ടിട്ട് വരച്ചിടുക. എന്നിട്ട് ഇതിൻ്റെ ഇപ്പുറത്ത് 1.25 ഇഞ്ച് നീളത്തിൽ 1.25 ഇഞ്ച് നീളത്തിൽ ഇങ്ങനെ 1.25 1.5 എടുത്തു. 1.25 ഇഞ്ച് നീളത്തിൽ ഇങ്ങനെ അളന്ന് കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ നമ്മളടുത്തത് ഈ സ്റ്റിപ്പ് ക്യാൻവാസ് എടുത്ത് വെച്ചിട്ട് ഇതുപോലെ 4ആയിട്ട് മടക്കണം. എന്താ, ഇതുപോലെ 4ആയിട്ട് മടക്കിയിട്ട് ഈ കഴുത്ത് തന്നെ എടുത്ത് അതുപോലെ തന്നെ വയ്ക്കും. ഇവിടെ വെട്ടാത്തതും ഇവിടെ വെട്ടാത്തതും, രണ്ട് സൈഡ് വെട്ടാത്ത വേണം.
നമ്മൾക്ക് ബാക്കിലും പുറകിലും ഒന്നിച്ചാണ് കിട്ടുന്നത്. എന്നിട്ട് ഇതിൻ്റെ ഒപ്പം കറക്റ്റ് ഒപ്പം വയ്ക്കണം. നമ്മൾക്ക് അതിനകത്ത് കൂടുതലൊന്നും പാടില്ല. വെച്ചിട്ട് വെച്ച് വരയ്ക്കുക. എന്നിട്ട് 1/4 ഇഞ്ച് മാറ്റി, ഇതിനകത്ത് ഒട്ടിക്കേണ്ടതല്ലേ, 1/4 ഇഞ്ച് മാറ്റി അടയാളപ്പെടുത്തുക. അത് കഴിഞ്ഞ് കറക്റ്റ് 3/4 ഇഞ്ച് മാറ്റി എന്നിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുക. കാലിഞ്ച് മാറ്റി ഇട്ട് കൊടുത്തുനിന്ന് കട്ട് ചെയ്യും. ഇനി നമ്മളിത് കൊണ്ടുപോയി, ഇതാണ് ഇതിൻ്റെ ഒരു സൈഡാണ് ഇത് കണ്ട ഇങ്ങനെ കിട്ടും. ഇതിൻ്റെ അകത്തേക്ക് വശമുള്ള വശം വെച്ച് ഇങ്ങനെ അങ്ങോട്ട് ഒട്ടിച്ചെടുക്കും. കറക്റ്റ് 1/4 ഇഞ്ച് ഇറക്കി വേണം ഒട്ടിച്ചെടുക്കാനായിട്ട്. ഒട്ടിച്ചുകൊണ്ട് വരാൻ ഞാൻ. അപ്പോൾ നമ്മൾ ഈ ടോപ്പ് തയ്ക്കാനായിട്ട് ഇതിൻ്റെ ക്യാൻവാസ് വെട്ടി ഒരു 1.5 ഇഞ്ച് തുണിയിൽ വെട്ടിയെടുത്ത് ഇതിനകത്ത് ഈ സ്ട്രിപ്പിനകത്ത് ഒട്ടിച്ച് തുമ്പ് മടക്കി തയ്ച്ചിട്ടുണ്ട്. ഇത് ഇനി നമ്മുടെ ഈ ടോപ്പിൻ്റെ നെക്കിൽ വെച്ച് റൗണ്ട് അടിക്കുക. ഇങ്ങനെ നെക്കിൽ വെച്ച് റൗണ്ട് അടിക്കുക. ഈ ടോപ്പിൻ്റെ നല്ല പുറം ഇട്ടിട്ട് ഈ സ്ട്രിപ്പ് വെച്ച് അടിച്ച അതിൻ്റെ നല്ല പുറം ഇട്ട് നമുക്ക് കഴുത്ത് കൂട്ടിപ്പിടിപ്പിക്കാം. സ്ട്രിപ്പ് അടിക്കണേ അറിയാലോ, ഈ സ്ട്രിപ്പിൻ്റെ തൊട്ടടുത്തുനിന്ന് തന്നെ അടിച്ചു പോകണം. ഇത് അറിയില്ലെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ ടോപ്പിനകത്ത് ഞാൻ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്, അത് എടുത്ത് നോക്കണം കേട്ടോ. ഇതിങ്ങനെ റൗണ്ട് അടിച്ചിട്ട് പുറം കാണി കൊടുത്ത് കൈത്തുന്നൽ തയ്ക്കാം നമുക്ക്. നമ്മളിത് പുറം കാണി കൊടുക്കുകയോ അല്ലെങ്കിൽ ഇതിങ്ങനെ മടക്കി തയ്ക്കുകയോ ചെയ്യാം. ഒന്ന് അടിച്ചിടുന്നിട്ട് കൈത്തുന്നൽ തയ്ക്കുമ്പോൾ അതങ്ങ് അഴിച്ച് കളഞ്ഞാൽ മതി. ഇതുപോലെ തളർന്ന് കിടക്കണ തുണി കൊണ്ട് വേണം തയ്ക്കാൻ, എന്നാലും അത് ഭംഗിയുണ്ടാവുള്ളൂ. ആദ്യം ഒരു കോട്ടൺ തുണിയൊക്കെ എടുത്ത് നിങ്ങൾ അടിച്ച് നോക്കണം, തയ്ച്ച് നോക്കിയോ കേട്ടോ. ഇത് പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് തയ്ച്ച് നമുക്ക് ഒരു ടോപ്പ് ഇടാനായിട്ട് സാധിക്കും. വേറെ ഒരു തയ്യലും ഇല്ല.
നമ്മളിതങ്ങനെ അങ്ങോട്ട് തയ്ച്ച് കഴിഞ്ഞു, കഴുത്ത് തയ്ച്ചു. ഇനി നമ്മൾ ഈ അരിക് തുമ്പൊളിച്ച് മടക്കി തയ്ക്കുക. കണ്ട, രണ്ട് സൈഡും തുമ്പൊളിച്ച് ഞാൻ ഇത് കണ്ട ലോക്ക് ചെയ്തിട്ടുണ്ട്. ഒന്നല്ല ലോക്ക് ചെയ്യുക, വേണ്ട എന്താ ഇതുപോലെ രണ്ട് സൈഡും ലോക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ തുമ്പൊളിച്ച് ഇങ്ങനെ ഒന്ന് മടക്കി തയ്ച്ചിടുക. എന്നിട്ട് ഇതിന് നമ്മൾ ഇത് 50 ഇഞ്ച് നീളത്തിൽ 3.5 ഇഞ്ച് വീതിയിൽ ഒരു പടി വെട്ടിയെടുക്കണം. ഇതാ 3.5 ഇഞ്ച് വീതിയിൽ 50 ഇഞ്ച് നീളത്തിൽ പടി വെട്ടിയെടുത്തിട്ട് ഇതിൻ്റെ ചീത്ത പുറത്തുനിന്ന് നല്ല പുറത്തേക്ക് സെൻറ്റർ ചെയ്ത് വള്ളി അടിച്ചു കൊടുക്കുക. ഉണ്ടോ, ഇതിൻ്റെ സെൻറ്റർ ചെയ്തിട്ട് ഈ ടോപ്പിൻ്റെ സെൻറ്റർ ഇങ്ങനെ ചെയ്യുക. എന്നിട്ട് ഈ വള്ളിയുടെ സെൻറ്ററിൽ വെച്ച് ഇങ്ങനെ അങ്ങ് അടിക്കുക. എന്നിട്ട് ഇവിടുന്ന് പിടിച്ചിട്ട് അടിച്ചിടുക. ഇങ്ങനെ അങ്ങോട്ട് അടിക്കുക. എന്നിട്ട് അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും അടിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഇപ്പുറത്തെ സൈഡും കൂടി അതുപോലെ തന്നെ നമ്മൾ പടി വെച്ച് തയ്ക്കുന്നു. സെൻറ്റർ പിടിച്ചിട്ട് ബാക്കി ഇങ്ങനെ തുമ്പ് ഇങ്ങോട്ടേക്ക് ഇട്ട് ഇവിടെ വെച്ചിങ്ങോട്ട് ആദ്യം ചീത്ത പുറത്തുനിന്ന് നല്ല പുറത്തേക്ക് അടിക്കാം. നമ്മൾ ക്രാപ്പ് പാൻറ്റിന് പടി വെച്ച് തയ്ച്ചില്ലേ, അതുപോലെ തന്നെ. ഇനി ഇതിൻ്റെ വള്ളി അടിച്ച് ഇങ്ങനെ അടിച്ച് തുമ്പൊളിച്ച് ഇതിൽ മടക്കി തയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ തുമ്പത്ത് ഇങ്ങനെ ഓരോ ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ മടക്കി വെച്ചിട്ട് ഇതിങ്ങനെ ഈ തുമ്പ് ഇങ്ങനെ വെച്ച് തുമ്പത്തുനിന്ന് ചരിച്ച് ഇങ്ങോട്ടേക്ക് ഒരടിപ്പ് കൊടുക്കുക. എന്നിട്ട് 4 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് ഇങ്ങോട്ട് അടിക്കുക. ഇങ്ങനെയാണ് പടി അടിച്ച് എടുക്കേണ്ടത് കേട്ടോ. ഇങ്ങനെ മറിച്ചത് ഈ പടിയുടെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തണം. നമ്മൾ കെട്ടിട്ടിട്ട് അടിച്ച് നിർത്തിയിട്ട് അപ്പുറത്തെ സൈഡും കൂടി അങ്ങനെ പടി അടിച്ചിടണം. അപ്പോൾ നമ്മൾ ഈ തുമ്പ് ഈ ഈ വള്ളിയുടെ അറ്റത്ത് ഒരു ചരിവ് കൊടുക്കുക. അതായത് ഈ തുമ്പത്തുനിന്ന് ഇങ്ങോട്ട് ഒരു 1.5 ഇഞ്ച് താത്തി ഇങ്ങനെ അങ്ങോട്ട് അടിച്ചു കൊടുക്കുക. അതായത് ഇതുപോലെ ഉണ്ടോ, ഇട്ടിട്ടിട്ട് ഒരു 4 ഇഞ്ച് മുമ്പ് ഇങ്ങനെ നിർത്തണം. എന്നിട്ട് ആ 4 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് ഇങ്ങോട്ട് അടിച്ചു കൊടുത്തിട്ട് നമ്മളിവിടെ പടി യോജിപ്പിച്ചില്ല, അവിടെ യോജിപ്പിച്ച് കൊടുത്ത് കൊണ്ടുവന്ന് എന്നിട്ട് ഇതിനെ നമ്മൾ മറച്ചിടുക. ഈ പടി മറച്ചിടുക. ഈ ഇവിടെ നീണ്ടു നിൽക്കണ അത്രയും ഭാഗം കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് ഇതിനെ ഇങ്ങനെ മറച്ചിടുക. ഇതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും അടിച്ച് മറച്ചിടുക. ഈ തുമ്പ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇത് അതുപോലെ തന്നെ ഒന്ന് മറച്ചിട്ടിട്ട് ഇത് തുമ്പൊളിച്ച് മടക്കി തയ്ക്കുക.
ആകുമ്പോഴത്തേക്ക് ഒന്നല്ലേ അടിച്ചിടുക, അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് തേച്ചാൽ മതി. ഇങ്ങനെ ഇത് അടിച്ച് ഇട്ട് എളുപ്പമല്ലേ ഇത്. ഇപ്പം നമ്മൾ റെക്റ്റാങ്കിൾ റാപ്പ് ടോപ്പ് തയ്ച്ച് കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായാലും സിമ്പിളല്ലേ. പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് വലിയ വലിയ ഇതിലേക്ക് പോണേക്കാളും നുപ്പാടായിട്ട് നമ്മൾ ഈ ചെറുത് തയ്ച്ച് നല്ലോണം എക്സ്പീരിയൻസ് ആകണം. അതിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെറിയ കാര്യങ്ങളെല്ലാം. ഇതിൻ്റെ നെക്ക് മാത്രം നമ്മൾ തയ്ച്ചാൽ മതി. ഈ സൈഡും മടക്കി തയ്ച്ച് കഴിയുമ്പോൾ ഒരു വള്ളിയും പിടിപ്പിച്ചാൽ മതി. സിമ്പിളായിട്ട് തയ്ക്കാം. ഇത് കണ്ടോ, ഇങ്ങനെ നല്ല എല്ലാത്തിൻ്റെ കൂടെ ടോപ്പായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. എല്ലാവർക്കും ഇത് വളരെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.